ഇപ്പോൾ എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നു. ഒരു തീരുമാനമെടുത്തതാണ്. ഈ കേരള ഹൈക്കോടതി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് സംബന്ധിച്ച് ചില മാറ്റങ്ങൾ വേണം എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. നിലവിലുള്ളതിൽ സ്വാഭാവികമായിട്ടും കോടതി വിധിയെ തുടർന്ന് മാറ്റം വരുത്തേണ്ടതുണ്ട്. എന്നാൽ ഗവൺമെന്റ് എല്ലാവരുമായി ആശയവിനിമയം നടത്തി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പുതിയ ഒരു പരിതസ്ഥിതിയിൽ കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് തടസ്സമുണ്ടാവാത്ത രൂപത്തിൽ തെറ്റായ പ്രചരണങ്ങൾക്ക് അവസരം നൽകാതെ വിഷയം പരിഹരിക്കാനാണ് പൊതുനിർദ്ദേശം എന്നുള്ള നിലയിൽ ആശയവിനിമയം നടത്തിയത്. ഗവൺമെന്റ് ആകട്ടെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാനുകൂല്യവും നഷ്ടപ്പെടാത്ത രൂപത്തിലാണ് പ്രശ്നപരിഹാരം കണ്ടിട്ടുള്ളത്. നിലവിൽ നൽകുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം ഒരു സമുദായത്തിനും കുറയുന്നില്ല. ഗവൺമെന്റ് ആകട്ടെ അധികമായി വരുന്ന ചിലവ് സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ നിലയിൽ വളരെ ശരിയായ നിലയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എല്ലാ വിഭാഗം ആളുകളും അതിനെ പൊതുവായിട്ട് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് തീരുമാനത്തിന് സമൂഹത്തിൽ സ്വീകാര്യതയാണുള്ളത്. സ്വീകാര്യത ലഭ്യമാകുന്നത് അത്തരമൊരു തീരുമാനത്തിലെത്താൻ ഗവൺമെന്റ് സ്വീകരിച്ച ജനാധിപത്യ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ വിഷയത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന തരത്തിൽ ആരും പ്രതികരണങ്ങൾ നടത്തിക്കൂടാത്തതാണ്. ആ നിലയിൽ തന്നെയാണ് പൊതുവെ കേരളം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത്. UDF-നകത്ത് മുസ്ലിം ലീഗാണ് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ച് കാണുന്നത്. വിഷയത്തെ മറ്റൊരു തരത്തിൽ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാനുണ്ടെന്ന് നൽകുന്ന ചില പ്രസ്താവനകളാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ എടുക്കേണ്ട ഒരു സമീപനം ഗവൺമെന്റ് എടുത്ത ശരിയായ തീരുമാനത്തിന് പൊതുവെ പിന്തുണ നൽകലാണ്. മുസ്ലിങ്ങൾ നടത്തപ്പെട്ട സംവരണമാണ് അല്ലെങ്കിൽ സ്കോളർഷിപ്പുകളാണ് നഷ്ടമായിരിക്കുന്നതാണ് ലീഗിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഒരാളുടെ ആനുകൂല്യവും നഷ്ടപ്പെടുന്നില്ല. കാരണം എത്ര സ്കോളർഷിപ്പുകളാണോ കൊടുത്തു വരുന്നത് ആ സ്കോളർഷിപ്പുകൾ കൊടുക്കുകയാണ്. പുതുതായി കൊടുക്കേണ്ടി വരുന്നതിനാണ് ഗവൺമെന്റ് കൂടുതൽ വിഭവം കണ്ടെത്തി അത് കൊടുക്കാൻ സന്നദ്ധമാകുന്നത്. അതുകൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ആർക്കും നഷ്ടപ്പെടുന്നില്ല. അത് വ്യക്തമാണ്. ലീഗ് UDF-ൽ തന്നെ അറിയിച്ചിട്ട് പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ മുസ്ലിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഉണ്ടായിരുന്ന ഒരു സ്കോളർഷിപ്പ് അത് പിന്നീട് 80-20 എന്നുള്ള അനുപാതത്തിലായി. ഇപ്പോൾ കോടതി നിർദ്ദേശം വന്നപ്പോൾ അത് 51% ചുരുങ്ങിയിരിക്കുന്നു എന്ന കാര്യമാണ് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. അക്കാര്യത്തിലാണ് UDF-ന്റെ കോൺഗ്രസ് നേതൃത്വമായിട്ട് പോലും ഈ 3 വർഷം ലീഗ് നേതാക്കൾ തർക്കിക്കുന്നത്. അല്ല, UDF ഇവിടെ അധികാരത്തിലിരുന്നാണല്ലോ. മുസ്ലിം ലീഗ് ഉൾപ്പെടെ അധികാരത്തിലിരുന്നല്ലേ. അന്ന് ഈ സംവിധാനം തുടർന്നു പോയതല്ലേ. സമൂഹത്തിന്റെ പൊതു താല്പര്യത്തിന് ഉതകുന്ന ഒരു സമീപനം എന്നുള്ള നിലയിലാണ്
ആ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോ മറ്റൊരു സാഹചര്യം രൂപപ്പെട്ടു. അത് കോടതി വിധിയെ തുടർന്നാണ്. ഗവൺമെന്റ് എല്ലാവരുമായി ആശയവിനിമയം നടത്തി ശരിയായ തീരുമാനം എടുക്കുകയും ചെയ്തു. അപ്പോ ഇപ്പൊ ലീഗ് ഉന്നയിച്ച വാദത്തിന് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ വാദം ശരിയായിരുന്നെങ്കിൽ അധികാരത്തിൽ വരുമ്പോ അത് മാറ്റുമായിരുന്നല്ലോ. ഈ ജനസംഖ്യ അനുപാതി എന്ന് പറയുമ്പോൾ 80, 20, 50, 40 ചുരുങ്ങുകയല്ലേ. അപ്പോൾ ഈ വീടും കുറയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഇത് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എണ്ണം ഉണ്ട്. ആ എണ്ണം നോക്കിയിട്ടാണല്ലോ അതിൽ ആ എണ്ണത്തിൽ കുറവ് വരുന്നില്ല. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഉച്ചയ്ക്ക് LDF-ലും ഇത് സംബന്ധിച്ച് ഭിന്നതയുണ്ടെന്നാണ്. LDF-ലെ കക്ഷികൾക്കിടയിൽ ഭിന്നാഭിപ്രായം ഉണ്ടെന്നുള്ള ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, കുഞ്ഞാലിക്കുട്ടി ഇപ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ ആഗ്രഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ, ആഗ്രഹ പ്രകടനം നടത്താം. അതിനുള്ള അവകാശത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. ഈ 59% ആകുമ്പോൾ ആർക്കും ആനുകൂല്യം കുറയുന്നില്ല എന്ന് പറയുന്ന യുദ്ധം എങ്ങനെയാണ് യുക്തിഭദ്രമാവുന്നത്? അതായത് നിങ്ങൾ ഇതിനെ കീഴ്ക്കാൻ തൂക്കാക്കിയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ചോദിക്കുന്നത്. അല്ല, അതൊരു യാഥാർത്ഥ്യം കൂടാണ്. അല്ല, ഒരേ യാഥാർത്ഥ്യത്തെ രണ്ട് തരത്തിൽ നോക്കാം. മനസ്സിലായി? അല്ല, ഞാൻ അല്ല, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി ഉന്നയിച്ച കാര്യം ഞാൻ ചോദിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ? അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട പരിശ്രമമാണ് നടക്കുന്നത്. അത് കേരളം നിരാകരിക്കും. ഓക്കെ, താങ്ക് യു. വിജയരാഘവനാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ